ഹലോ, അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ യൂട്യൂബിൻ്റെ ഷോർട്സിൽ കണ്ടിട്ട് വന്നവരായിരിക്കും. അതായത് ഇതുപോലുള്ള കാലസ് റിമൂവർ വാങ്ങിയിട്ട് ഒരു വർഷത്തിനുള്ളിൽ കേടായി പോയിട്ടുണ്ടാവും. അപ്പം എൻ്റെതും ഞാനിത് വാങ്ങിയിട്ട് ഒരു വർഷം ആയില്ല. 2025 ഏപ്രിലായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനിത് യൂസ് ചെയ്യുമ്പം ഇത് വർക്കാവുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, നമുക്കിതിന് വാറണ്ടി കാർഡ് ഉണ്ട്. പക്ഷേ അത് പൊതുവെ ആരും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നവരാരും പൊതുവെ അത് യൂസ് ചെയ്യാറില്ല. കാരണം അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവെ അതാരും ഉപയോഗപ്പെടുത്താറില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം സക്സസ്ഫുള്ളായി എനിക്ക് കമ്പനി അതിൻ്റെ പുതിയ പ്രൊഡക്റ്റ് അയച്ചു തന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തെടുക്കാൻ മടിയായിട്ട് കേടായത് അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയ സമയത്ത് ഇതിന് 1000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. വെറുതെ നമ്മളുടെ പൈസ നഷ്ടമാക്കി കളയണ്ടല്ലോ, വീണ്ടും നമ്മളിത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ കേടായ കാലസ് റിമൂവർ കമ്പനിക്ക് തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു കാലസ് റിമൂവർ അവർ തന്നെ നമുക്ക് അയച്ചു തരും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് യൂട്യൂബ് ഷോർട്സിൽ ഈ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഈ സ്റ്റെപ്പ് കാണുക. ഞാൻ വാട്സപ്പിൻ്റെ അകത്ത് വഴിയാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത്. പിന്നെ ഞാൻ ആമസോണിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമസോൺ ആപ്പിൽ കയറി അതിൽ നമ്മൾ വാറണ്ടി ഇഷ്യൂ എല്ലാം ചെയ്തിട്ട് അത് ചെയ്യാനുണ്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കൂടെ കിട്ടുന്ന യൂസർ മാനുവൽ. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് അവരെ സർവീസ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വിളിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ പിറ്റത്തെ ദിവസം അവർ നമ്മൾ തിരിച്ച് വിളിച്ചിട്ട് എന്തൊക്കെയാണ് പ്രശ്നം എന്ന് ചോദിച്ചതിന് ശേഷം അവർ പറയും, ഓക്കെ നിങ്ങളെ ഓർഡർ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് വഴി അയക്കണം, ഞാനിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാമെന്ന് പറയും. അവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഏത് ആപ്പാണോ വഴി ഓർഡർ ചെയ്തത് അതിൽ കയറിയതിന് ശേഷം നമ്മളെ ഓർഡേഴ്സിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ഒന്ന് സെർച്ച് ചെയ്യും. ഒരു വർഷമായിട്ടുണ്ടാവുമല്ലോ, അപ്പം ഒരുപാട് ബാക്കൗട്ട് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സെർച്ച് ചെയ്തിട്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് കാണിക്കും. ഒട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നാണെങ്കിലാണ് നമുക്ക് അവർ പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത് തരുക. അവർ പറയുന്ന രീതിയിൽ ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാം ചെയ്തിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ അവർ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരിക. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഇൻവോയ്സ് ഉണ്ടാവുമല്ലോ, ആ ഇൻവോയ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഓർഡേഴ്സിൻ്റെ അകത്ത് കയറി നമ്മളെ പ്രൊഡക്റ്റ് ഓർഡറിൻ്റെ അകത്ത് കയറിയിട്ട് ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഈ ഇൻവോയ്സാണ് അവർക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡൗൺലോഡ് ഇൻവോയ്സ് കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. നമ്മൾ ഓർഡർ ചെയ്ത ഡേറ്റ്, നമ്മളെ അഡ്രസ്സെല്ലാം അടക്കം. ഞാൻ അഡ്രസ്സാണ് ഹൈഡ് ചെയ്ത് വെച്ചത്. എന്നിട്ട് നമ്മൾ ബാക്ക് അടിച്ച് പോവാം. ബാക്ക് അടിച്ച് പോയിട്ടാകുമ്പോൾ ഇതാണ് ആ നമ്പർ റിയാദ് അത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അപ്പം അവർ പറയുന്നുണ്ട്, ഡിയർ കസ്റ്റമർ, ഐ എം റിയാദ് അത്ത, നിങ്ങൾ കംപ്ലയിൻറ്റ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് മെസ്സേജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങളെ ഇൻവോയ്സ് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ആപ്പിൽ കയറി ഇൻവോയ്സ് അയക്കാൻ. അപ്പോൾ ഞാൻ ആ ഡൗൺലോഡ് ചെയ്ത് ഇൻവോയ്സ് അവർക്ക് അയച്ചു കൊടുത്തു. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളോട് ഓരോന്ന് വീഡിയോ കോൾ വിളിക്കണം എന്ന് പറയും. പ്രൊഡക്റ്റ് ശരിയാണോ, നമ്മൾ നുണ പറയുന്നതാണോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് അവർ വിളിക്കും. വിളിച്ചതിന് ശേഷം അവർ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അതായത് ചാർജിലിട്ടതിന് ശേഷം ഉപകരണം പ്രവർത്തിപ്പിക്കാൻ പറയും. അങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം അവർക്ക് ഓക്കെയാണ്, ജെന്യുവിൻ ആണെന്ന് തോന്നിയാൽ അവർ പറയും ഓക്കെ, ഇനി നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊഡക്റ്റിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാകുന്ന സാധനം ഉണ്ടല്ലോ, അത് അയച്ചു കൊടുക്കാൻ പറയും. അത് അയച്ചു കൊടുക്കുക. പിന്നെ അവർ നമ്മൾ പറയും ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് പെർമനൻറ്റ് അഡ്രസ്സ് അയക്കാൻ, എന്ന് വെച്ചാൽ അവർക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് അയച്ചു തരാൻ വേണ്ടി. അതെല്ലാം അവർക്ക് മനസ്സിലായതിനു ശേഷം അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അത് മനസ്സിലായാൽ അവർ നമ്മളെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും. അത് പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്കും എനിക്കത് അപ്രൂവ് ആയി കിട്ടി. 2 ദിവസത്തിൽ എനിക്ക് കൈമിൽ പ്രൊഡക്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവരൊരു ആദ്യം വിളിച്ചിട്ട് ഞങ്ങളെ സർവീസിനെ പറ്റിയിട്ട് ഒരു റേറ്റിംഗ് കൊടുക്കാൻ പറയും. ആ റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പണിത് നമുക്ക് പ്രൊഡക്റ്റ് ഓൾറെഡി കൈമിൽ കിട്ടുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പണി എന്ന് പറഞ്ഞത്. ഒരു 5-10 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. പക്ഷേ അത് ചെയ്യാൻ പഠിച്ചിട്ടാണ് പലരും അത് ഒഴിവാക്കി ഇടുന്നത്. അപ്പോൾ മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുവാന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.